തൊടേണമേ. ആരാധനേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണല്ലോ. നമുക്ക് അവിടുത്തെ കൃപ നമ്മളിലേക്ക് ധാരാളം നിറയപ്പെടാൻ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന നല്ല യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഈ ദിവസം ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ധാരാളം പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനും അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവെ, ഞങ്ങളൊന്നുയർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ മനോഹരമായ വാക്യമാണ്. അവിടെ ഈശോ ഒരു മനോഹരമായ കാര്യം നമ്മളെ പഠിപ്പിച്ചു. ഈശോ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തസാക്ഷികൾ ഈ ഒരു വലിയ കാര്യം ചെയ്തവരാണ്. യേശുക്രിസ്തുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായവരാണ് ഓരോ രക്തസാക്ഷികളും. ഓരോ രക്തസാക്ഷികളും യേശുക്രിസ്തുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായവരാണ്. ഒറീസായിൽ അതിഭയങ്കരമായ രീതിയിലുള്ള മതമർദ്ദനത്തിനു ശേഷം ബഹുമാനപ്പെട്ട ചില സിസ്റ്റേഴ്സ് അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീണ്ടും കടന്നു ചെല്ലുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു വലിയ യാഥാർത്ഥ്യം അവർ പങ്കുവച്ച് ഞാൻ ഓർക്കുകയാണ്. 25 വർഷക്കാലമായി യേശുവിനെ അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ അടുത്തേക്ക് മതമർദ്ദകർ കടന്നു ചെന്നു. പ്രിയപ്പെട്ടവരെ, അയാളെ അതിഭയങ്കരമായ രീതിയിൽ അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. അയാളെ കൊല്ലുമെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു: എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നിർത്തൂ. അവരെല്ലാവരും ഒരു നിമിഷം നിശബ്ദരായിരുന്നപ്പോൾ ഈ വ്യക്തി അവരോട് പറഞ്ഞു: കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞിട്ട് ആ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഞാൻ ആ യേശുക്രിസ്തുവിനോട് മരിക്കാനും തയ്യാറാണ്. നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞപ്പോൾ ക്രൂരന്മാരായിരുന്ന ആ വ്യക്തികൾ ആ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ക്രൂരമായിട്ട് അങ്ങോട്ട് വധിച്ചു. അദ്ദേഹത്തിന് രക്തം അവിടെ ഇറ്റിറ്റ് വീണു. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവരുടെ ക്രൗര്യം ശമിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് ആ സ്ത്രീയെയും അവർ കത്തിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുനിണം വീണിട്ടാണ് ഈ സഭ തഴച്ചു വളർന്നത്. യേശുക്രിസ്തു പറഞ്ഞു: സ്വന്തം ജീവനെ രക്ഷിക്കുന്നവനത് നഷ്ടപ്പെടുത്തും. എന്നാൽ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും, അതിനെ വീണ്ടെടുക്കും. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്യം നമുക്ക് ഓർക്കാം. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് എന്ന മനോഹരമായ അപ്പസ്തോലിക പ്രബോധനത്തിൽ മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രവചിച്ചു. അദ്ദേഹം പറഞ്ഞു: 3-ാം സഹസ്രാബ്ദം അത് വീണ്ടും രക്തസാക്ഷിത്വത്തിൻ്റെ സമയമാണ്. സഭ ഒരു പടി കൂടി രക്തസാക്ഷികൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പുതിയ സഹസ്രാബ്ദം.
എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം വൈദികരും ധാരാളം സിസ്റ്റേഴ്സും ധാരാളം ആത്മായ ശുശ്രൂഷകരും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, കത്തോലിക്കർ മാത്രമല്ല, ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളും ആംഗ്ലിക്കൻ സഭയിലെ അംഗങ്ങളും പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിലെ ധാരാളം ആളുകളും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നുണ്ട്. ഇത് വലിയൊരു സത്യമാണ്. യേശുക്രിസ്തുവിന് വേണ്ടി ധാരാളം പേര് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ യേശുവിന് വേണ്ടി മരിക്കുന്നു. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തെയും നമ്മുടെയൊക്കെ രക്തത്തെയൊക്കെ ലഹരി പിടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിലും കൂടിക്കൂടി വരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം അഭിവന്യ ഫ്രാൻസിസ് സേവ്യർ വാൻ തുവാൻ എന്ന വിയറ്റ്നാമിലെ ബിഷപ്പിനെ കുറിച്ച് ഞാൻ വീണ്ടും വായിക്കുകയും പഠിക്കുകയുണ്ടായി. വാൻ തുവാൻ എന്ന ആ വലിയ ബിഷപ്പ് 13 വർഷക്കാലം വിയറ്റ്നാമിലെ ജയിലുകളിൽ കഴിഞ്ഞ ഒരു ധീരനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പടയാളിയാണ്. അതിൽ 9 വർഷക്കാലവും കടുത്ത ഏകാന്തതയിൽ ജയിലിൻ്റെ ഉള്ളറകളിൽ വസിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിവിധങ്ങളായിട്ടുള്ള ദൈവാനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ദ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്. പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായിട്ടുള്ള പുസ്തകത്തിൽ അഭിവന്യ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. രാത്രി 9:30 കഴിയുമ്പോൾ തടവറയിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം തൻ്റെ 2 കരങ്ങളും വിരിച്ചു പിടിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ആരംഭിക്കും. ആകപ്പാടെ ചെറിയൊരു ബോട്ടിലിൽ കുറച്ച് വീഞ്ഞുള്ളൂ. 2 തുള്ളി വീഞ്ഞ് ഒരു കയ്യിലേക്ക് ഒഴിച്ച് അദ്ദേഹം ആ കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് നീണ്ട വർഷക്കാലത്തെ വലിയ പീഡനം സഹിക്കുവാൻ അദ്ദേഹത്തിന് ശക്തി ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ അഭിഷേകമാണ്. അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സഭയിൽ 1,50,000-ൽ പരം രക്തസാക്ഷികളുണ്ട്. 1,50,000-ൽ പരം രക്തസാക്ഷികളാണ് വിയറ്റ്നാമിലുള്ളത്. തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പൂർവികര്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപ്പൻ, അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ 1885-ൽ അദ്ദേഹത്തിൻ്റെ ആ പള്ളിയെ മുഴുവനും ആളുകൾ വന്ന് കത്തിച്ചു. ആളുകൾ വന്ന് ആ പള്ളിയിൽ സമ്മേളിച്ചിരുന്ന എല്ലാവരെയും കത്തിച്ചു. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ യേശുക്രിസ്തുവിന് വേണ്ടി അങ്ങോട്ട് മരിച്ചു. തുടർന്ന് ബിഷപ്പ് പറയുകയാണ്, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ വ്യക്തികളുടെ ഭവനത്തിലേക്ക് ക്രിസ്ത്യാനികളെ നിർബന്ധമായി കൊണ്ടുപോയി പാർപ്പിക്കും. എങ്ങനെയെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസം അവരുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി നിർബന്ധമായിട്ട് കൊണ്ടുപോയി അവിശ്വാസികളുടെ ഭവനത്തിൽ അവരെ കൊണ്ടുപോയി പാർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബിഷപ്പിൻ്റെ അപ്പാപ്പൻ ഇതുപോലെ ചില വീടുകളിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ആ നിമിഷങ്ങളിലൊക്കെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ അവർക്കെല്ലാം സാധിച്ചു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ ദൂരം നടന്ന് 30 കിലോമീറ്റർ ദൂരത്തോളം നടന്നാണ് അദ്ദേഹത്തിൻ്റെ ചില സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കുറച്ച് കഞ്ഞിയും ഉപ്പും കൊണ്ടുപോയി കൊടുക്കുന്നത്. ത്യാഗം നിറഞ്ഞ ജീവിതം, യേശുക്രിസ്തുവിന് വേണ്ടി ധാരാളം പേര് ശക്തിയോടും ധീരതയോടും കൂടെ ഭരിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഭ ഇതുപോലെ വളർന്ന് ലോകം മുഴുവനും വലിയ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് വിരാജിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ വചനം അലയടിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്നാൽ എന്നെ പ്രതി, യേശുക്രിസ്തു എന്ന വ്യക്തിയെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവളത് വീണ്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബിഷപ്പായിരുന്നു ബിഷപ്പ് ബെഞ്ചമിൻ. ആ അഭിവന്യ പിതാവ്, നീണ്ട മനോഹരമായ വെളുത്ത താടിയൊക്കെ ഉണ്ടായിരുന്ന ആ പിതാവ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. 1922-ൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ട് റഷ്യയിൽ ഉയർത്തപ്പെട്ടു. രക്തസാക്ഷിത്വത്തിന് മുമ്പ് അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ വിളിച്ചുകൂട്ടി ഇപ്രകാരം പറയുകയാണ്, ഈ വേദന ഭയാനകമാണ്, അതിഭയാനകമായ വേദനയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. എന്നാൽ എൻ്റെ യേശുക്രിസ്തു എനിക്ക് നൽകുന്ന ആ സമാശ്വാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ വേദനകളെല്ലാം തുച്ഛമായി എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, വേദനയുടെ വലിയ ആധിക്യം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഈ വേദനയേക്കാൾ എത്രയോ അപ്പുറത്താണ് എൻ്റെ യേശുക്രിസ്തു എനിക്ക് നൽകുന്ന സമാശ്വാസം. ഓരോ രക്തസാക്ഷികൾക്കും യേശുക്രിസ്തു വലിയ സമാശ്വാസം നൽകുകയാണ്.
തടവറയുടെ ഏകാന്തതയിൽ, കടുത്ത തണുപ്പിൽ, അതിഭയങ്കരമായിട്ടുള്ള വേദനകളുടെ മധ്യത്തിൽ അവർ കഴിയുമ്പോൾ യേശുക്രിസ്തു അവർക്ക് വലിയ സമാശ്വാസം കൊടുക്കുന്നുണ്ട്. വലിയ സമാശ്വാസത്തിൻ്റെ അനുഭവം ഓരോ രക്തസാക്ഷികൾക്കും യേശു കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാനായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശക്തമായിട്ട് രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം പേർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കോയമ്പത്തൂരിൽ നിൽക്കുമ്പോൾ ഒറീസയിലെ ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് 3 മക്കളാണ്. മൂത്ത മകൻ സെമിനാരി പഠിക്കുകയാണ് വൈദികനാകാൻ വേണ്ടി. എന്തോ ബിസിനസ് ആവശ്യത്തിനോട് അദ്ദേഹം വന്നതാണ്. ബാക്കി 2 മക്കൾ ഭവനത്തിലുണ്ട്. അദ്ദേഹം തന്നെ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ, അച്ഛാ, ഇപ്പോഴും ഞങ്ങൾ വലിയ ഭീതിയുടെ മധ്യത്തിലാണ്. എപ്പോഴാണ് ആക്രമികൾ വരുന്നതെന്ന് അറിയത്തില്ല. ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് വലിയ തൻ്റെ ഇടമുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് വസിക്കുന്നതെങ്കിലും യേശുക്രിസ്തുവിലേക്ക് നോക്കാൻ ധാരാളം പേർക്ക് ഇന്ന് പ്രേരണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ വലിയ പ്രകാശമായ യേശുക്രിസ്തു ഇങ്ങനെ നിൽക്കുകയാണ്. ആ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ അവന് വേണ്ടി ജീവിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനുള്ള ധൈര്യം കൂടി ഓരോ വ്യക്തികൾക്കും അവിടുന്ന് നൽകുകയാണ്. ഒരു പക്ഷേ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചില പ്രിയപ്പെട്ട മക്കളോ നിങ്ങളുടെ സ്വന്തക്കാരോ യേശുക്രിസ്തുവിന് വേണ്ടി പല സ്ഥലങ്ങളിലും മിഷൻ വേല ചെയ്യുന്നവരുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളത് ഒരു വീരകൃത്യത്തെക്കാൾ അപ്പുറത്ത് അത് ദൈവത്തോടുള്ളൊരു വിശ്വസ്തതയാണ്. ബിഷപ്പ് വാൻതുവാൻ അങ്ങനെയാ പറയണത്. ഇതൊരു ഹീറോയിസം അല്ല, ഇതൊരു ഫിഡലിറ്റിയാണ്. ഇതൊരു വലിയൊരു വീരകൃത്യത്തെക്കാൾ അപ്പുറത്ത് യേശുവിനോടുള്ള ഒരു വലിയ വിശ്വസ്തതയാണ് ഓരോ രക്തസാക്ഷിത്വവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാക്സിമിലിയൻ കോൾബെ എന്ന വലിയ രക്തസാക്ഷി നമുക്കറിയാം. അദ്ദേഹം സ്വന്തം കൂടെ കിടക്കുന്ന ആ തടവറക്കാരന് വേണ്ടി സ്വന്തം ജീവൻ അങ്ങോട്ട് ത്യജിച്ച ഒരു വ്യക്തിയാണ്. സ്വന്തം ജീവൻ അവന് വേണ്ടി അങ്ങോട്ട് വേണ്ട എന്ന് വെച്ചു. യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, സ്വന്തം ജീവൻ സഹോദരന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ സ്വന്തം ജീവൻ അങ്ങോട്ട് ബലിയർപ്പിക്കാൻ തക്ക രീതിയിലുള്ള സ്നേഹത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകുവാൻ, എല്ലാ വ്യക്തികൾക്കുണ്ടാകുവാൻ, പ്രത്യേകിച്ച് ഭീതിയിൽ കഴിയുന്ന വ്യക്തികൾക്കുണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മാർപ്പാപ്പ ജോൺ ബഡണമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈ 3-ാം സഹസ്രാബ്ദം അത് രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമാണ്. രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ രക്തസാക്ഷികൾ ചിലപ്പോഴെങ്കിലും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. കാരണം ജീവനെടുക്കുന്ന ആ വലിയ വേദന അവർ അനുഭവിക്കുമ്പോൾ, ആ ഭീതി അവരെ വേട്ടയാടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും വിശ്വാസത്തിലൊക്കെ ഒരു ചഞ്ചലപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ പ്രലോഭനം ഉണ്ടാകും. യേശുക്രിസ്തു കുരിശിൽ കടന്ന് മരിക്കാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഏറ്റവും അധികം പ്രലോഭനം യേശുവിനുണ്ടായത്. ഏറ്റവും അധികം കളിയാക്കലുകളും പരിഹാസ ശരങ്ങളും യേശു ഏറ്റെടുത്ത് കുരിശിൽ കടക്കുമ്പോഴാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടും ഒത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ, ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. രക്തസാക്ഷിത്വം വഹിക്കുന്ന ഓരോ വ്യക്തികളെ ഇത്തരത്തിൽ പല ആളുകളും, പല ഓഫീസർമാരും, പല പട്ടാളക്കാരും, പല പോലീസുകാരും, മറ്റുള്ള വ്യക്തികളും കളിയാക്കും, പരിഹസിക്കും. പക്ഷേ യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നില്ല. യേശു തന്നെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം യേശു പറഞ്ഞു, തന്നെ രക്ഷിക്കുന്നവൻ തൻ്റെ ജീവനെ നശിപ്പിക്കും. പക്ഷേ യേശുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനുള്ള അവിടുത്തെ ആഹ്വാനം അവിടുന്ന് തന്നെ നിറവേറ്റി കാണിച്ചു വരികയാണ്. കുരിശിൽ കടന്ന് സ്വന്തം ജീവൻ അങ്ങോട്ട് ത്യജിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം.
സഭ ശക്തമായിട്ട് പല വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ശക്തി ഉണ്ടാകാൻ, ബലമുണ്ടാകാൻ, സഭാതനിയർക്ക് കൂടുതൽ ഉണർവും അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ രക്തം തിളയ്ക്കട്ടെ. യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി രക്തം തിളയ്ക്കട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്കുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പീഡ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി തിരുസന്നിധിയിൽ തിരുനാഥനോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് ശക്തിയും ബലവും നൽകും. അവിടുന്ന് അരുളി ചെയ്തു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടരുത്. ശരീരത്തെയും ആത്മാവിനെ ഒരുപോലെ നരകത്തിൽ എറിയാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല ഭയങ്ങളും വിട്ടുപോയി യേശു ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹവും തീക്ഷ്ണതയും ഓരോ ഹൃദയങ്ങളും ജ്വലിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രവചിച്ച് അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥവും തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതങ്ങളെ നാഥന് കൊടുക്കാം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ രക്തത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൻ്റെ രക്തം നിറയട്ടെ. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തം വീണാണ് സഭ വളർന്നത്. ഇപ്പോഴും ആയിരക്കണക്കിന് മക്കൾ യേശു ക്രിസ്തുവിനോട് മരിക്കാൻ തയ്യാറാണ്. ചിലരെങ്കിലും തടവറയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പീഡ അനുഭവിക്കുന്നവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സഭകളിലെ വ്യക്തികളെല്ലാം നമുക്ക് ഓർക്കാം. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള അഭിഷേകം സകലർക്കും ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ കർത്താവേ, നിന്റെ അത്ഭുതകരമായ സ്നേഹം കൊണ്ട് ഓരോ മകനെയും മകളെയും നിറയ്ക്കണമേ. ഇപ്പോൾ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ. തമ്പുരാനെ, സ്വന്തം ജീവൻ നിനക്ക് വേണ്ടി നിന്റെ നാമത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ തക്ക അഭിഷേകം ഓരോ മകനിലേക്കും മകളിലേക്കും അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയെ ആരാധിക്കാം. അവിടുത്തെ ആരാധിക്കുവാൻ അവിടെ നമുക്ക് അവസരം തന്നു. രക്തസാക്ഷികളെല്ലാം അവിടുത്തെ ആരാധിച്ച് മരിച്ചവരാണ്. യേശു ക്രിസ്തുവിനെ ആരാധിച്ച് മരിച്ചവരാണ് അവർ. ആ രക്തസാക്ഷികളോട് ചേർന്നാണ് നമ്മൾ ഈ ദിവസം ആരാധിക്കുന്നത്. നമുക്ക് മുമ്പേ മരിച്ചുപോയ എത്രയോ രക്തസാക്ഷികൾ നമുക്ക് വിശ്വാസം പകർന്നു തന്ന് ധൈര്യത്തോടുകൂടി കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ച വിശുദ്ധ തോമാസ് ശ്ലീഹായോട് ചേർന്ന് നമുക്ക് ഈ ദിവസം യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ യേശുവിനെ സമർപ്പിച്ച് ആ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് ശക്തി പ്രാപിച്ച ആ സഭയുടെ മക്കളാണ് നമ്മളെന്നുള്ള അഭിമാനത്തോടെ എല്ലാ രക്തസാക്ഷികളോടും ചേർന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, നിനക്ക് വേണ്ടി മരിച്ച എല്ലാ രക്തസാക്ഷികളോടും ചേർന്ന് ഈ ദിവസം ഞങ്ങളും നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്റെ അദമ്യമായ സ്നേഹം, നിന്റെ വലിയ കാരുണ്യം, നിന്റെ വലിയ അഭിഷേകം ഇപ്പോൾ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന് വേണ്ടി പീഡ അനുഭവിക്കുന്ന സഭയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒറീസയിലെ സഭയെ നമുക്ക് സമർപ്പിക്കാം. ആ പീഡനം നടത്തുന്ന ആൾക്കാർക്ക് വ്യത്യാസവും മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പീഡ സഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ധൈര്യവും അഭിഷേകവും ശക്തിയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ വേദനയുടെ നിമിഷങ്ങളിൽ യേശുവിനെ തള്ളിപ്പറയാതെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള വലിയ തീഷ്ണത അവർക്കുണ്ടാകണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് തീരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദിവ്യകാരുണ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാം. കുട്ടികളും ചെറുപ്പക്കാരും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന് വേണ്ടി മരിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും യേശു ക്രിസ്തുവിനോട് രക്തം ചിന്താനുള്ള ധാരാളം മിഷണറിമാർ, ധാരാളം വ്യക്തികൾ, വൈദികര്, സിസ്റ്റേഴ്സ്, അൽമായ ശുശ്രൂഷകൾ സഭയിൽ ഉണരട്ടെ. ചേർന്ന്
കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നിന്റെ മക്കളെ നീ ആശീർവദിക്കണമേ യേശുവേ. നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി മരിക്കാൻ, നിനക്ക് വേണ്ടി രക്തം ചിന്താൻ ധാരാളം ആളുകളെ നീ ഉയർത്തണമേ, ഉയർത്തണമേ. സഭ രക്തസാക്ഷികളുടെ സഭയാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് അച്ചാമ്മ. പൂഞ്ഞാറ്റിലാണ്, പയ്യാനത്തോട്ടിലാണ് താമസം. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന് 22-ാം തീയതി ഞായറാഴ്ച അറിയിപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, കപ്പാട് പള്ളി ധ്യാനം നടക്കുന്നുണ്ട്. അട്ടപ്പാടി സേവൻ ഷായിലെ അച്ഛനാണ് ഇവിടെ ധ്യാനം നയിക്കുന്നത്. അപ്പോൾ അത് കൂടാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഞായറാഴ്ച ഈ വയനാട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഈ കുരിശിൻ്റെ ആശീർവാദ സമയത്ത് അച്ഛൻ കുരിശ് ഉയർത്തി ആശീർവദിച്ചപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുന്ന പോലൊരു വെളിച്ചം എൻ്റെ കണ്ണിലേക്ക് പതിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഈ വെയിലിൻ്റെ എങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തു. എൻ്റെ കണ്ണ് ഞാനങ്ങനെ തുടച്ച് നോക്കി പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെയും ആ വെളിച്ചം എൻ്റെ കണ്ണിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തതിന് ഈശോ ഇതിങ്ങനെ. അപ്പോൾ ഇവിടുന്ന് വിളിച്ച് പറയുന്നു, 5 വർഷമായിട്ട് ഉറക്കമില്ലാതെ വിഷമിക്കുന്ന 2 സഹോദരങ്ങൾക്ക് ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ഈശോയെ അതിലൊന്ന് ഞാനായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എന്നെ വീട്ടിലേക്ക് ഒരനുഗ്രഹവും തരാതിരിച്ചയക്കരുതേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. 5 വർഷമായി ശരിക്കും ഉറങ്ങിയിട്ട്. അപ്പോൾ ആ സമയത്ത് നേരം വെളുക്കുന്നിടം വരെ നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ മോൻ വന്ന് എന്നെ വിളിക്കുമ്പോൾ എന്ന് ഞാൻ ഏത് പതിനായിക്ക് വന്ന് വിളിച്ചാലും ഞാൻ അന്നേരം അറിയും, കാരണം ഉറക്കമില്ല, അതുകൊണ്ട് ഞാൻ അറിയും. പക്ഷേ അന്ന് മോൻ 9 ആയപ്പം വന്നപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല. 2-3 വിളിച്ചു, എന്നിട്ടും അറിഞ്ഞില്ല. ഒടുവിൽ കഥകിൽ ശക്തിയായിട്ട് മുട്ടി വിളിച്ചു, എന്ത് ഉറക്കമാ മമ്മി എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഉറങ്ങിയ കാര്യം ഞാൻ അറിയുന്നത്. ഡീപ് സ്ലീപ്പ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗാഢനിദ്ര 5 വർഷത്തിൽ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ മകളെ, അബ്രാഹത്തിൻ്റെ ഈ മകളെ കർത്താവ് ആ തിന്മയുടെ കെട്ട്, ഉറക്കമില്ലായ്മ എടുത്തു മാറ്റി വിടുതൽ നൽകി അനുഗ്രഹിച്ച്